എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ദിവസവും ഡേ ടു ഡേ ലൈഫിൽ പ്രയോജനകരം ആവുന്ന ഒരു 4 മുദ്രകളെ കുറിച്ച് പറയാനാണ്. അപ്പോൾ മുദ്രകൾ എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും നമ്മൾ എല്ലാ ദിവസവും അതിനെ വെച്ച് ചാൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള മഹത്തരമായിട്ടുള്ള മാറ്റം നമ്മൾക്ക് എത്രയുണ്ടെന്നൊക്കെ നേരത്തെയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊന്ന് കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് പുതിയതായിട്ട് വരുന്ന ഓരോ വ്യക്തികളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ തരുന്ന എല്ലാ തരത്തിലുമുള്ള ആ ഒരു സപ്പോർട്ടും സജഷൻസും ആ ഒരു പോസിറ്റീവ് വൈബും സ്നേഹവും എല്ലാം കൊണ്ടും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സായിട്ടുള്ള എല്ലാ വ്യക്തികളോടും ഞാൻ ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഗൗതമ ബുദ്ധൻ്റെ ആ ഒരു ടീച്ചിങ്സിനെ ആസ്പദമാക്കിക്കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറയുന്ന മുദ്ര എന്ന് പറയുന്നത് കരണമുദ്ര. ഈ പറയുന്ന 4 മുദ്രകളും നിങ്ങൾക്ക് രാവിലെ മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നമ്മൾ ഈ മുദ്ര കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും നമ്മളുടെ മുന്നിലേക്ക് വരുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് നേരിട്ട് ആ ഒരു നല്ല തീരുമാനമെടുത്ത് ആ ഒരു സക്സസ് വിക്ടറി ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഉയരാനായിട്ട് ഈ മുദ്രകൾ സഹായിക്കും. അപ്പോൾ ആദ്യത്തെ മുദ്ര എന്ന് പറയുന്നത് കരണമുദ്ര. ഈ മുദ്ര ചാൻറ്റ് ചെയ്യുമ്പോൾ ഉള്ള മഹത്തരമായിട്ടുള്ള ഗുണം എന്ന് പറയുന്നത് നമ്മൾക്ക് മാനസികമായിട്ടും ആരോഗ്യപരമായിട്ടും ഒക്കെ എപ്പോഴും വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ഇത് സഹായിക്കും. ഇനി അസുഖമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അവരുടെ പാരാമീറ്റേഴ്സ് ഒരു ഹെൽത്ത് പാരാമീറ്റേഴ്സ് എല്ലാം ഒന്ന് നോർമലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിതകാലം മുഴുവനും മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ നമുക്ക് ആ ഒരു രീതിയിൽ ജീവിക്കാനായിട്ട് ഇത് സഹായിക്കും. അതുതന്നെയാണ് എല്ലാ മനുഷ്യരുടെയും ആഗ്രഹവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മുദ്ര രാവിലെ എഴുന്നേറ്റ് 10 മിനിറ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വലത് കൈയുടെ തള്ളവിരലും ഈ നടുവിരലും ഒരുമിച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മളുടെ മോതിരവിരൽ അതിനൊരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് ഇങ്ങനെ വയ്ക്കുക. ഒരുമിച്ച് ഇങ്ങനെ വയ്ക്കരുത്, അത് വേറെ മുദ്രയാണ്. നമ്മൾ മോതിരവിരൽ അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ഫാക്ടറായിട്ട് മാത്രം ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമുക്കിങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കാം. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നമ്മൾ ചാൻറ്റ് ചെയ്യുക. ഇത് ചാൻറ്റ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നമ്മളുടെ പാദം മുതൽ തലയ്ക്ക് മുകളിൽ വരെ നമ്മൾക്ക് അറിഞ്ഞോ അറിയാതെയൊക്കെ നമ്മളുടെ ഉള്ളിലേക്കുള്ള നെഗറ്റീവ് എനർജി, ടോക്സിക് എനർജി പുറത്തേക്ക് അങ്ങ് എമിറ്റായി പോകുന്നു, വമിക്കുന്നു എന്നുള്ള രീതിയിൽ, പുറത്തേക്ക് പോകുന്നു എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ എല്ലാ ദിവസവും നമ്മൾ ഒരു 10 നിമിഷം മെഡിറ്റേഷൻ കഴിഞ്ഞ് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കരണമുദ്ര. ഇനി അടുത്ത മുദ്ര എന്ന് പറയുന്നത് വിതർക്ക് മുദ്ര. ഈ മുദ്രയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എനർജി അല്ലെങ്കിൽ നിങ്ങളുടെ എനർജി ലെവലിനെ എപ്പോഴും വളരെയധികം ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിവുകൾ സമ്പാദിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മളുടെ മനസ്സിനെ ഡീവിയേറ്റ് ചെയ്ത് പോകാതെ ആ കൂടുതൽ അറിവ് നേടാനും അങ്ങനെ നമ്മുടെ ലൈഫ് പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാനും അല്ലെങ്കിൽ നമ്മുടെ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ഐഡിയാസ് അല്ലെങ്കിൽ ഗോൾസ് എല്ലാം അച്ചീവ് ചെയ്യാനായിട്ടൊക്കെ ഈ മുദ്ര നിങ്ങളെ സഹായിക്കും. നമ്മളുടെ ചുറ്റിന് നിൽക്കുന്ന ആളുകളല്ല നിനക്കതൊന്നും ശരിയാവത്തില്ല, അല്ലെങ്കിൽ നീ ആ ഒരു വഴിക്കൊന്നും പോകണ്ട, അത് ശരിയാവുന്ന കാര്യങ്ങളല്ല എന്നൊക്കെയുള്ള രീതിയിൽ പല തരത്തിലും നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനും അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഒക്കെ ശ്രമിച്ചാലും നമുക്ക് ആ ഒരു രീതിയിൽ ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് എനിക്ക് എന്തെല്ലാമാണ് അച്ചീവ് ചെയ്യേണ്ടത് ഈ ജീവിതത്തിൽ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ നോളജിനെ, അറിവിനെ ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ടൊക്കെ ഈ മുദ്ര സഹായിക്കും. വിതർക്ക് മുദ്ര. ഈ മുദ്ര എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ വലത് കൈയുടെ തള്ളവിരലും ചൂണ്ടുവിരലും ഒരുമിച്ച് പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. ഈ 3 വിരൽ മുകളിലേക്ക് വയ്ക്കുക. ഇത് പക്ഷേ ചിന്മുദ്രയാണ്. ചിന്മുദ്രയ്ക്ക് ഇത് രണ്ടും പോയിൻ്റ് ചെയ്ത് 3 വിരൽ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് നിൽക്കണം. അതിൽ നിന്ന് വിതർക്ക് മുദ്ര എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ 2 വിരലിങ്ങനെ പോയിൻ്റ് ചെയ്യേണ്ട, ചൂണ്ടുവിരലിന് കുറച്ച് അകത്തേക്കാക്കി തള്ളവിരൽ ഇങ്ങനെ വയ്ക്കുക. പിന്നെ ഇത് 3 വിരലുകൾ സ്ട്രെയിറ്റ് അല്ല, കുറച്ച് സ്ലാൻറ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക.
വലിയ ബലമൊന്നും കൊടുക്കണ്ട, ചുമ്മാതെ അങ്ങ് വെച്ചാൽ മതി. നമുക്ക് ഗൗതമ ബുദ്ധൻ്റെ ഫോട്ടോ കാണുമ്പം അതിൽ കൂടുതലും ആ ഒരു പോസ്റ്ററിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉള്ള മുദ്ര എന്ന് പറയുന്നത് വിതർക്ക മുദ്രയാണ്. ഇനി അടുത്ത മുദ്ര എന്ന് പറയുന്നത് ധർമ്മചക്ര മുദ്ര. ഈ ഒരു മുദ്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് യാതൊരു തരത്തിലുള്ള നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ഒന്നും കയറില്ല. എന്തൊരു പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്നാലും, വാർത്തകളായാലും സംഭവമായാലും അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ഒക്കെ നമ്മൾ സെൻസ് ചെയ്യുമ്പോൾ അത് നമ്മളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യാനുള്ള സാധ്യതയുണ്ടായതുകൊണ്ട് ഈ മുദ്ര നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് പോവില്ല. നമ്മളുടെ ഓറ അവിടെ വരെയൊക്കെ വന്ന് തട്ടി അത് അങ്ങ് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തങ്ങ് പോകും. അപ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് നമ്മളുടെ ശരീരത്തിനെ വളരെ ബാലൻസ് ചെയ്ത് നിർത്തിക്കൊണ്ട് നമ്മൾക്ക് നമ്മളെ തന്നെ ഫോക്കസ് ചെയ്ത് നിർത്താനായിട്ട് സഹായിക്കും. എത്ര വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴും വളരെ കൂളായി, വളരെ കാമായി, വളരെ പീസ്ഫുള്ളായി നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ അടുത്തടുത്ത സിറ്റുവേഷനിലേക്ക് എന്ത് തീരുമാനം എടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള ആ ഒരു ധൈര്യം ഒക്കെ സംഭരിച്ചുകൊണ്ട് നമുക്ക് വളരെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ ഇത് സഹായിക്കും. അപ്പോൾ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഹൈ വൈബ്രേഷൻ എനർജിയിൽ നിന്നുകൊണ്ട് ഈ ഒരു മുദ്ര 10 മിനിറ്റ് എല്ലാ ദിവസവും രാവിലെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ചിന്മുദ്ര പോലെ നമ്മൾ വലത് കൈ ഇങ്ങനെ കൊടുക്കുക. അത് നമ്മളുടെ ഹാർട്ട് ചക്ര അല്ലെങ്കിൽ ഹാർട്ട് സ്പേസിലേക്ക് പോയിൻ്റ് ചെയ്ത് ഇങ്ങനെ വയ്ക്കുക. ഇടത് കൈയും അതേ മുദ്ര അല്ലെങ്കിൽ അതേ രീതിയിൽ നമ്മളുടെ തള്ളവിരലും ചൂണ്ടുവിരലും പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. അത് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വലത് കൈയുടെ ഈ നടുക്ക് വിരൽ വന്ന് ഇതിലേക്ക് കണക്റ്റഡ് ആവണം. കണക്റ്റഡായിട്ട് ഈ കൈ പുറത്തേക്ക് ഇങ്ങനെ പിടിക്കുക. ഇതാണ് മുദ്ര. ഈ പൊസിഷൻ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ആകെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് ചോദിച്ചാൽ വലത് കൈയുടെ ഈ നടുക്കത്തെ വിരൽ അടുത്ത് ഇടത് കൈയുടെ ഈ 2 വിരലുകൾ പോയിൻ്റ് ചെയ്യുന്നതിലേക്ക് വന്നിങ്ങനെ ലോക്കാവണം. എന്നിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇതാണ് ധർമ്മചക്ര മുദ്ര. അപ്പോൾ നെഗറ്റിവിറ്റി ഉള്ള വാർത്തകളും തോട്ട്സും ഒന്നും നിങ്ങളിലേക്ക് കയറി നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യില്ല. ഇതും രാവിലെ മെഡിറ്റേഷൻ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നിങ്ങൾ ഈ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുക. അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇനി അടുത്ത മുദ്ര എന്ന് പറയുന്നത് വജ്രപത്മ മുദ്ര. ഈ മുദ്രയുടെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലെ കോൺഫിഡൻസ് ലെവൽ ഉയർത്താനും ഭയം എന്ന് ഒന്നിനെ നമുക്ക് ഇല്ലാതാക്കി മാറ്റിക്കൊണ്ട് ധൈര്യത്തിനെ സംഭരിക്കാനും, ആരെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ മനസ്സിന് ആ ഒരു ക്ലാരിറ്റി കിട്ടിക്കൊണ്ട് എന്താണ് സംഭവം എന്ന് പതുക്കെ ഒന്ന് നമ്മളൊന്ന് ചിന്തിച്ച് അനലൈസ് ചെയ്ത് അതിൻ്റെ ആ ഒരു മൈൻഡ് ക്ലാരിറ്റി നമുക്ക് കൃത്യമായിട്ട് കിട്ടാൻ, അല്ലെങ്കിൽ നമുക്ക് യൂണിവേഴ്സുമായിട്ട് എപ്പോഴും നമ്മൾ കണക്റ്റഡായി നിൽക്കുമ്പോൾ പല സംഭവങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വരുമ്പോൾ യൂണിവേഴ്സുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ നിന്ന് നമുക്കൊരു വിടുതൽ വാങ്ങിക്കാൻ ഡബിൾ എനർജി അവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് യൂണിവേഴ്സുമായിട്ട് അടിയുറച്ച വിശ്വാസത്തിൽ ആ ട്രസ്റ്റ് വർത്തിയായിട്ട് എപ്പോഴും നിൽക്കാൻ ഒക്കെ നമുക്ക് ഈ ഒരു മുദ്ര നമ്മളെ സഹായിക്കും. അങ്ങനെ ആകുമ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഈ ഭയം നമ്മളെ പിന്നോട്ട് വലിച്ചിട്ട് വേണ്ട എന്നുള്ള ഈഗോ മൈൻഡ് സെറ്റ് വരില്ല. നീ മുന്നോട്ട് പോയിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്യുക, വിജയം നിൻ്റെ കയ്യിൽ തന്നെയാണ്, നിൻ്റെ കൂടെ തന്നെയാണ് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ ഒരു പടക്കുതിരയെ പോലെ ഇങ്ങനെ സദാ എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ചെയ്യാനും നമുക്ക് വിജയം നേടിയെടുക്കാനും ഈ മുദ്ര സഹായിക്കും. മുദ്ര എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇത് തന്നെയാണ് മുദ്ര. 2 കൈയും വിരലുകൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് വയ്ക്കുക. നമ്മളുടെ തള്ളവിരൽ മുകളിലേക്ക് പോയിൻ്റ് ചെയ്ത് വയ്ക്കുക. ഇത് നിങ്ങളുടെ സോളാർ പ്ലക്സസ് ചക്രയുടെ മുമ്പിലായിട്ട് വയ്ക്കുക. സോളാർ പ്ലക്സസ് ചക്രയാണ് അവിടെ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഇല്ലാതാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഭയം എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ വന്ന് നമുക്കൊരു കാര്യങ്ങളും സന്തോഷത്തോടെയും വളരെ സ്മാർട്ടായിട്ടും ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള ആ ബ്ലോക്കേജ് എല്ലാം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സോളാർ പ്ലക്സസ് ചക്രയുടെ മുന്നിൽ ഈ മുദ്ര ഇങ്ങനെ വെച്ചുകൊണ്ട് നമ്മളൊരു 10 മിനിറ്റ് എല്ലാ ദിവസവും മെഡിറ്റേഷൻ കഴിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇതാണ് 4 മുദ്രകൾ. നമ്മളുടെ
ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളെയെല്ലാം അതിജീവിക്കാൻ വേണ്ടിയിട്ടും വിജയം നേടിയെടുക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന മുദ്രകൾ. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർ കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.